കരുണയുടെ അവസാന മണിക്കൂർ 46. പാപം. എൻ്റെ പ്രിയ ജനമേ, പാപം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, പിന്നെയോ അതൊരു സ്വഭാവമാണ്. തിന്മയെ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നിഷേധാത്മക ഊർജം, നെഗറ്റീവ് എനർജി ആണ് പാപം. അത് വിശ്വാസത്തിൽ ദുർബലരായവരിൽ പെട്ടെന്ന് വ്യാപിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളതെന്ന് ഓർക്കുക. എന്നെ കാണാൻ വേണ്ടി പുറത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല, കാരണം പുറത്ത് മുഴുവൻ ആശയക്കുഴപ്പമാണ്. ഞാൻ ഇന്ദ്രിയബോധത്തിനും ഓർമ്മകൾക്കും പരിമിതമായ എന്തിനും അതിനേക്കാളുപരി മനുഷ്യർക്കും അതീതനാണ്. മക്കളെ, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. മനുഷ്യൻ്റെ അഹങ്കാരം എത്രയോ വലിയ വ്യക്തിപരമായ പാപമാണെന്ന് പരിശോധിച്ചറിയുക. അത് ഇന്ദ്രിയങ്ങളെ മലിനമാക്കുന്ന മഹാമാരിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവൃത്തിക്കും ഓരോ പ്രതിപ്രവൃത്തിയുണ്ട്, റിയാക്ഷൻ. ഓരോ പ്രതിപ്രവൃത്തിക്കും നന്മയ്ക്കോ തിന്മയ്ക്കോ പ്രതിഫലം നൽകുന്നു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ ബുദ്ധിമാന്മാരെ ഭോഷന്മാരായി കണക്കാക്കുന്നു. വിനീത ഹൃദയരുടെ മേലാണ് ഞാൻ എൻ്റെ കടാക്ഷം അയക്കുന്നതും എൻ്റെ സ്നേഹം പകരുന്നതും. എൻ്റെ സ്നേഹത്തെ അക്ഷീണം ആഗ്രഹിക്കുകയും അത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്നവരെ സവിശേഷമായ സ്നേഹത്തോടെ ഞാൻ കടാക്ഷിക്കുന്നു എന്നത് മറക്കരുത്. എല്ലാ മനുഷ്യരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശോധന ചെയ്യപ്പെടാൻ ദൈവസ്നേഹം കാരണമാവുകയും അതുവഴി എന്നെ തിരിച്ചറിയാൻ നിങ്ങളെ എല്ലാവരും ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ മാസത്തിൽ 2024 ജൂലൈ ചില നഗരങ്ങൾ പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നതും രോഗങ്ങൾ വർദ്ധിക്കുന്നതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ മാസത്തിൽ പ്രകൃതി അതിശക്തമായി ഭൂമിയെ പ്രഹരിച്ചു. എൻ്റെ ജനമാകട്ടെ തങ്ങളുടെ സഹോദരങ്ങളുടെ കഷ്ടതകളെ അവഗണിച്ചു കളഞ്ഞു. എന്നാൽ ഉടൻ തന്നെ എല്ലാവരും സഹിക്കാൻ പോകുന്നു എന്നറിഞ്ഞിരിക്കുക. എൻ്റെ മക്കളെ, യാതൊരു ഒരുക്കവുമില്ലാതെ ജീവിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അനേകങ്ങളായ അബദ്ധങ്ങളുടെയും തിന്മകളുടെയും പരിണിത ഫലമായി വലയിലകപ്പെട്ടിരിക്കുന്ന നിരവധി പാപികൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക. എൻ്റെ ജനമേ, അസ്വാരസ്യത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും അപ്രതീക്ഷിതമായ മാനസാന്തരങ്ങളുടെയും കാലം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലായ്പ്പോഴും എന്നെപ്പോലെ ശാന്തശീലനും സ്നേഹവാനും കാരുണ്യവാനും ആയിരിക്കുക. എന്നെ കുരിശിലേറ്റിയവരോട് പോലും ഞാൻ ക്ഷമിക്കാതിരുന്നില്ല. ക്ഷമാശീലനായിരുന്നതുകൊണ്ട് ഞാൻ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എന്നെ തന്നെ എൻ്റെ ജനത്തിന് പങ്കുവച്ചു കൊടുത്തു. അതുകൊണ്ട് എന്തു വന്നാലും എന്തെല്ലാം സംഭവങ്ങൾ നിങ്ങളെ ബാധിച്ചാലും നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. സൗമനസ്യത്തോടെ, ശാന്തരായി, മാന്യമായി, ക്ഷമയോടെ മുന്നോട്ട് പോവുക. നിങ്ങളിൽ ചിലർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, എങ്കിലും നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു.